Welcome to Alaami Kitchen. ഇന്ന് നമ്മൾ ടെൻഡർ കോക്കനട്ട് ഫ്ലേവറിൽ ഒരു ടോപ്പ് ഫോർവേഡ് കേക്കാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ടെൻഡർ കോക്കനട്ട് ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള ഇളനീരാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം എടുത്തിട്ട് മാറ്റി വെക്കുക. അതിനുശേഷം അതിൻ്റെ കാമ്പും കൂടി എടുത്ത് വെക്കണം. കാമ്പ് അധികം കട്ടി കൂടുതലുള്ള എടുക്കരുത്. ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാമ്പ് വേണം എടുക്കാൻ. തീരെ പാട പോലത്തെ ആകരുത്. അപ്പോൾ അത് നോക്കി വാങ്ങിക്കണം. ചേർട്ടേണ്ട കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ശ്രദ്ധിച്ചെടുക്കുക. ഇനി നമുക്ക് ഇളനീരിൻ്റെ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് തിളപ്പിക്കാം, കാരണം ഇതിൽ മധുരം തീരെ കുറവായിരുന്നു. അപ്പോൾ ഞാനിവിടെ 3 ചെറിയ സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത്. അത് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഇതാണ് നമ്മൾ ഷുഗർ സിറപ്പിന് പകരം ഇളനീരിൻ്റെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത്. ഇനി വേണ്ടത് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ്. അതിന് വേണ്ടി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടുക. അതിലേക്ക് ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് മെൽറ്റായി കിട്ടും. ആ ഒരു ഗനാഷിലാണ് നമ്മൾ ഇളനീർ അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഇളനീർ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അരക്കുമ്പം ഫൈൻ പേസ്റ്റാക്കി അരക്കണ്ട, കുറച്ച് തരി തരിയുള്ള രീതിയിൽ അരച്ചെടുക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം. കേക്കും അതുപോലെ തന്നെ തലേ ദിവസം തന്നെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതിപ്പോൾ എടുത്തിട്ടുള്ളത് 5 മുട്ടൻ്റെ വാനില സ്പഞ്ചാണ്. മേലെ ഭാഗം അടിഭാഗം എല്ലാം കട്ട് ചെയ്ത് മാറ്റിയാൽ നമുക്കിത് 4 ലെയറായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന അത്ര ഹൈറ്റിലുള്ള കേക്കാണിത്. അപ്പോൾ ഈ ഒരു ടോപ്പ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അധികം നൈസാക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ചൊരു തിക്കിലാണ് കേക്കിൻ്റെ പീസ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു 3 ലെയർ വെച്ചിട്ടാണ് ടോപ്പ് ഫോർവേഡ് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് ബോർഡിൽ കുറച്ചൊരു ക്രീം വെച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ പീസ് അതിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളിതിൽ ഇളനീരിൻ്റെ വെള്ളം നമ്മൾ തിളപ്പിച്ചെടുത്ത് അതാണ് ഇതിൽ നമ്മൾ ഒഴിക്കുന്നത്. ഇളനീർ വെള്ളം നമ്മൾ എന്തായാലും തിളപ്പിച്ചെടുക്കണം, എന്നാലാണ് ശരിക്കുള്ള ഫ്ലേവർ വരുള്ളൂ. ഇനി ഇതിൽ ക്രീം ഇട്ട് കൊടുക്കാം. നമ്മുടെ വൈറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കാം. ഇളനീർ പൾപ്പും കൂടി ഇതിൽ വെച്ച് ഈ ഒരു കേക്ക് പീസിൽ തന്നെ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്ക് സോക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഒഴിച്ചിട്ട് സോക്ക് ചെയ്യണ്ട. അത്യാവശ്യം എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്തെടുക്കാം. കാരണം കൂടുതലായാലും നമ്മളിത് എടുത്ത് വെക്കുന്ന സമയത്ത് ചിലപ്പം പൊട്ടിപ്പോവും. അപ്പോൾ അത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് ലെയറും വെച്ച് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. ടെൻഡർ കോക്കനട്ട് എപ്പോഴും ഓർഡർ കിട്ടിയാൽ വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കും, പക്ഷേ ആ സമയത്തൊന്നും പറ്റാറില്ല. അപ്പോൾ ഇപ്പം പിന്നെ ഞാൻ ഇതൊന്നും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പ് ഫോർവേഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ അതിൽ കസ്റ്റമറിന് അധികം നട്ട്സൊന്നും ഇടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നട്ട്സൊന്നും യൂസ് ചെയ്യുന്നില്ല. മേലത്തെ ലെയറിലും ഇളനീരിൻ്റെ പേസ്റ്റും വൈറ്റ് ഗനാഷും ക്രീമും കൊടുത്തിട്ട് ക്രം കോട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്രീം വെച്ചിട്ട് ഫിനിഷിങ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ബോർഡ് നമ്മൾ ക്ലീൻ ചെയ്യാനൊന്നും നിൽക്കണ്ട, കാരണം ഇത് മറിച്ചിടുമ്പോൾ എന്തായാലും ബോർഡെല്ലാം ആകെ ക്രീമെല്ലാം ആവും. അപ്പോൾ ഇനി ഇത് ടോപ്പ് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ നിന്ന് ചെറിയൊരു ഭാഗം കട്ട് ചെയ്ത് മാറ്റണം. ഈ ഒരു കഷ്ണം കൊണ്ട് നമുക്കൊരു വേറൊരു പണിയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം മാറ്റി വെക്കാം. കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട ഒരു പണി ഇതാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം.
ഒന്നും പറ്റുകയൊന്നും ചെയ്യില്ല, കാരണം ക്രീമിട്ട് നന്നായിട്ടെല്ലാം സെറ്റായി നിൽക്കുന്നതാണ്. ആദ്യം വേണ്ടത് ഒരു നൈഫ് അടിയിലോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ അടിഭാഗത്തുനിന്ന് ഇളക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ സ്പാച്ചില കൊണ്ട് തന്നെ കേക്ക് കുറച്ച് ബാക്കോട്ടേക്ക് വലിച്ചതിന് ശേഷം മേലോട്ടേക്ക് വെച്ച് കൊടുത്താൽ അതവിടെ ടോപ്പ് ഫോർവേഡായിട്ട് നിൽക്കും. ഈ കട്ട് ചെയ്ത ഭാഗത്ത് കുറച്ചൊരു ക്രീം തേച്ച് കൊടുക്കാം, കാരണം ഇത് ഇനി അടിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ സ്റ്റിക്കായി നിൽക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു സ്പേസും കൂടിയും കണ്ടിട്ട് വേണം നമ്മൾ ടോപ്പ് ഫോർവേഡ് ആക്കിയിട്ട് വെക്കുമ്പോൾ. സാധാരണ ടോപ്പ് ഫോർവേഡ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്യാൻ. ആ പീസ് നമ്മൾ യൂസ് ചെയ്യില്ല. പക്ഷേ ഞാനിപ്പോൾ ആ പീസ് ബാക്ക് സൈഡിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നമുക്ക് ഈ ടോപ്പ് ഫോർവേഡിന് ഒന്നും പറ്റില്ല, നമുക്ക് നല്ല ധൈര്യത്തിൽ ചെയ്തെടുക്കാം. അത് വീണു പോകുമെന്നുള്ള ഒരു പേടിയും വേണ്ട. എവിടെ വേണമെങ്കിലും നമുക്കിത് പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ സൈഡിലും കുറച്ച് ക്രീമാക്കി കൊടുത്തതിന് ശേഷം കേക്ക് അവിടെ സ്റ്റിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ബാക്ക് സൈഡിൽ ക്രീമില്ലാത്ത ഭാഗത്തെല്ലാം ഒന്ന് ക്രീം വെച്ച് കൊടുക്കാം. ഇപ്പോൾ ക്രീമെല്ലാം കൊടുത്ത് ഒന്നും കൂടി ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോർഡിലും കൂടി ഞാൻ ക്രീം കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി ഒരു സിമ്പിൾ വർക്കാണ് കൊടുക്കുന്നത്, സ്പാച്ചുല ഡിസൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് വേണം നമ്മൾ ഈ ഡിസൈൻ കൊടുക്കാൻ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ അത് ക്രീം സെറ്റായിട്ട് പിന്നെ ഇതുപോലെ കിട്ടില്ല. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ ഈ വർക്കും കൂടിയും ചെയ്തെടുക്കാം. കേക്ക് ഫുള്ളായിട്ട് ഈ ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം ഗോൾഡൻ സ്പ്ലാഷ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റിൽ ഈ ഒരു ക്രീം വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഒരു ബട്ടർഫ്ലൈൻ്റെ ടോപ്പർ ഉണ്ട്, അതും കൂടി രണ്ട് സൈഡിൽ വെച്ച് കൊടുക്കും. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ അതും കൂടിയും ചെയ്താൽ കേക്ക് ഫിനിഷായി. പേര് കൊടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ആൽഫബറ്റ്സിൻ്റെ മോൾഡിൽ ഒഴിച്ചിട്ട് അങ്ങനെയാണ് പേര് കൊടുത്തത്. കുറച്ച് ചോക്ലേറ്റ് ചിപ്സും അതുപോലെ തന്നെ ഷുഗർ ബോൾസ്, ഒരു ലൈറ്റ് ക്രീം കളറിൽ വരുന്നൊരു ഷുഗർ ബോൾസും കൂടിയാണ് ഇതിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമ്മൾ ഏത് കേക്ക് ചെയ്യുമ്പോഴും നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കണം, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ടെൻഡർ കോക്കനട്ടിന് ഞാൻ ചെയ്യുന്നത് കിലോക്ക് 900-നാണ് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റുള്ള കേക്കാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.